ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭഗവത്ഗീതയുടെ 6-ാം അധ്യായം ധ്യാനയോഗം. ഒന്ന് രണ്ട് സംശയങ്ങൾ. ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് കൈകളെ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത്. കൈകൾ ഇതുപോലെ കോർത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ കോർത്തിട്ട് മടിയിലേക്ക് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ പിന്നെ അതിങ്ങനെ എന്താ പറയുക, മറ്റ് തരത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല. മറ്റേ കാൽമുട്ടിൽ വെച്ച് അത് കാൽമുട്ടിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആവാം. ഈ കോർത്ത് വയ്ക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് കോർത്ത് കഴിഞ്ഞാൽ അതങ്ങനെ കോർക്കപ്പെട്ട് അങ്ങനെ കിടന്നോളും. പിന്നെ അതിൽ വലിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നുന്ന, പിന്നെ ഈ ശരീരവും ഒരു ഈ പത്മാസനവും ഈ കൈകളും കോർത്ത് കഴിഞ്ഞാൽ അതൊരു കുറച്ചുകൂടെ നിർബന്ധമുള്ളതല്ല. ഇതൊന്നും ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. ഇത് നിങ്ങൾ അഭ്യസിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു ഗുണപരമായി വന്നേക്കാം. പരിശീലിച്ച് നോക്കൂ. ഇതൊന്നും ഇങ്ങനെ കൈകൾ ചേർത്ത് വെച്ചാൽ മതി. ഈ 5ഉം ഇങ്ങനെ ഓരോന്നിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട്. പിന്നെയുള്ള ഒരു സംശയം ചോദിച്ചിട്ടുള്ളത്, ഈ എന്താണ് ഈ ഹരിയും 16 പ്രകൃതിക്ക് നിരക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുവന് യോഗം സാധ്യമല്ല. അത് ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള, അതായത് അത്യാഹാരവും അതുപോലെ തന്നെ ഏതു നേരം ഒരുപാട് ഭക്ഷണം കഴിക്കലും ഒരുപാട് കിടന്നുറങ്ങലും ഒക്കെ. അപ്പോൾ മിതമായി ചെയ്യുന്നവന് അത് യോഗം ഭവിക്കുമെന്നും, ദുഃഖഃ ഭവതി എന്ന് ഇവിടെ മിതമായി ചെയ്യുന്നവനും യോഗോ ഭവതി ദുഃഖഃ, യോഗോ ഭവതി ദുഃഖഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങൾക്കും അറുതി ഉണ്ടാക്കുന്നതാണ് യോഗം. അതാണ് അതിൻ്റെ താല്പര്യം. അല്ലാതെ യോഗത്തിന് ദുഃഖം ഉണ്ടാവുന്നല്ല. ദുഃഖഃ ദുഃഖങ്ങളുടെ ഹാനിയാണ്. ദുഃഖങ്ങളെയെല്ലാം ഹനിക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ് യോഗം. അതുകൊണ്ട് ഈ യോഗം ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഏതെങ്കിലും അപൂർവ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും കുറച്ച് ആളുകൾക്ക് പലപ്പോഴും നമ്മളിങ്ങനെ കാണുകയും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കുംഭമേളയൊക്കെ നടക്കുമ്പോൾ ചില ഈ സന്യാസിമാർ എന്ന് പറയുന്ന നാഗാ സന്യാസിമാർ അങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ വീഡിയോയോ അതും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് എന്ന് കരുതുന്നതാണ്. അതൊക്കെ ഇതിൽ നിന്ന് എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ ആചാരങ്ങളെ അനുഷ്ഠിക്കുന്നതാണ്. അതൊരു പൊതുസമൂഹത്തിന് ഒരു ഉപദേശമായി വരുന്ന കാര്യങ്ങളല്ല. അത് ഓരോരുത്തരും ഓരോരോ സമ്പ്രദായങ്ങളാണ്. അത് അതികഠിനങ്ങളായിട്ടുള്ള ഓരോ രീതികളും അത്തരത്തിലൊക്കെ ഉള്ളതാണ്. അതിൽ തന്നെ പലതും ഉണ്ട്. നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് പറ്റാത്ത പലതുണ്ട്. അതിലേക്ക് അധികം കടന്നു പോവാത്തതായിരിക്കും നന്നാവുക എന്നാണ് നമ്മുടെ ഒരു ലളിതമായ അഭിപ്രായം. പ്രത്യേകിച്ചും നമ്മൾ പഠിച്ചിട്ടുള്ള ചിന്മയ മിഷനിലാണെങ്കിലും ചിന്മയാനന്ദ സ്വാമികൾ അത്തരം കാര്യങ്ങളെ ഒന്നും തന്നെ സ്വാമിജി എന്താ പറയുക നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ല. അതിൻ്റെ വഴി വേറെയാണ്. ഒരിക്കൽ ചിന്മയാനന്ദ സ്വാമികൾ തപോവൻ സ്വാമികളോട് ഈ കുണ്ടലിനിയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ തപോവൻ സ്വാമികൾ മറുപടി പറഞ്ഞു അത്രേ. ഇത് ചിന്മയാനന്ദ സ്വാമികൾ പറയുന്നതാണ്. ഇതിൽ നമുക്ക് ഉത്തരവാദിത്തമില്ലേ? അപ്പോൾ സ്വാമിജി തപോവൻ സ്വാമികൾ ചിന്മയാനന്ദ സ്വാമികളോട് പറഞ്ഞു, ചിന്മയ, നിനക്ക് ആ കുണ്ടലിനി ഇല്ല, അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് അധികം ആലോചിക്കേണ്ട എന്ന്. അതുകൊണ്ട് സ്വാമിജി ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതിലേക്കല്ല. അതിപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആരും തന്നെ, ഇപ്പോൾ രാമകൃഷ്ണദേവൻ പറയുന്ന ഒരു കഥയുണ്ട്. ഇതാ രാമകൃഷ്ണദേവൻ പറയുന്ന പറഞ്ഞാൽ, ഒരിക്കലൊരു ഒരുത്തൻ അവിടുന്ന് ഗുരുകുലത്തിൽ നിന്ന് പോയി അത്ര. ഇത് എന്താ പറയുക, ഈ കേശവചന്ദ്രസേനോട് രാമകൃഷ്ണദേവൻ പറയുന്നതാണ്. അപ്പോൾ കേശവചന്ദ്രസേനൻ പറയുന്നതാണ്. അങ്ങനെയാണ് ഓർമ്മ,
ഒരു ഒരുത്തൻ ആശ്രമത്തിൽ നിന്ന് ഒരു ഗുരുവിനെ ഉപേക്ഷിച്ച് വേറൊരിടത്ത് പോയിട്ട് ഇയാൾ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പഠിച്ചു. 12 വർഷം എടുത്തു അത്ര ഇത് പഠിക്കാൻ. അങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഇയാൾ നടക്കും. അപ്പോൾ ഗംഗയൊക്കെ ഇയാൾക്ക് ഇങ്ങനെ മുറിച്ച് കിടക്കാൻ പറ്റുന്ന. അപ്പോൾ രാമകൃഷ്ണദേവനോട് ഇത് വന്ന് പറഞ്ഞപ്പോൾ രാമകൃഷ്ണദേവൻ പറഞ്ഞു കഷ്ടം എന്ന്. അതെന്താ കഷ്ടം എന്ന് പറയാൻ കാരണം? അല്ല, വെറും 4 അണ 25 പൈസ അന്നത്തെ 4 അണ, 1 അണയോ 2 അണയോ എന്തായാലും ഇത് കടത്തുകാരന് കൊടുത്താൽ ചെയ്യാവുന്ന കാര്യമല്ലേ? അവൻ സാധിപ്പിച്ചു തരുമല്ലോ നമ്മളെ അപ്പുറത്ത് കൊണ്ടുപോകുക എന്നുള്ളത്. ഇതിനാണോ ഇവൻ 12 വർഷം ചെലവഴിച്ചത് എന്ന്. അപ്പോൾ രാമകൃഷ്ണദേവനൊക്കെ ഇത്തരം കാര്യങ്ങളെ ഭയങ്കര നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരാളാണ്. നമുക്കറിയാഞ്ഞിട്ടാണ്. നമ്മുടെ വിചാരം രാമകൃഷ്ണദേവനൊക്കെ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരിക്കലുമല്ല. രാമകൃഷ്ണദേവൻ പറയും എനിക്ക് സിദ്ധന്മാർ ഇത്തരം ആളുകളെയൊക്കെ ഇങ്ങനെ ഓരോരോ ഈ ഏടാകൂടങ്ങൾ, അപ്പോൾ ഇതിന് കുറേ പഴക്കമുണ്ട് ഇതിനൊക്കെ. അതാണ് കാശികാനന്ദഗിരി സ്വാമികൾ പറഞ്ഞത്. ഈ രാമായണം മഹാഭാരതം സീരിയൽ വന്നതോടുകൂടി ഇത് കുറേയും കൂടെ ഈ കുംഭമേളയിലാണ് ഇതിൻ്റെ ആളുകൾക്ക് ഇങ്ങനെ ഓരോന്ന് പ്രകടിപ്പിക്കുന്ന ആളുകളെ കാണുന്നത്. അപ്പോൾ ഇത് അങ്ങനെയുള്ള കുറേ ആളുകളെ അവർക്കിതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഷോയാണ്. വലിയ സർക്കസ് അതും ഇത് വലിയ എക്സിബിഷൻ അതൊക്കെ നടക്കുമ്പോൾ ഓരോ പവലിയനിലും ഓരോ ആക്ടിവിറ്റി ഉണ്ടല്ലോ, അതേപോലെയാണ്. പിന്നെ ഇവരോടൊന്നും എന്താന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു ഇടപാടും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു നിയമവും ബാധകമല്ല, അങ്ങനെ നിയമമൊന്നും നടക്കില്ല അത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് നിങ്ങളങ്ങനെ കാണാൻ പോയ ബുദ്ധിമുട്ടാണ്. രാമകൃഷ്ണദേവൻ വേറൊരിടത്ത് പറയുന്നത്, എനിക്ക് ഈ സിദ്ധന്മാരെ കാണുമ്പോൾ ഈ ഇത്തരത്തിലുള്ള അല്ലാത്ത സിദ്ധനുണ്ട്, സാധനയിലൂടെ സാധ്യമാകേണ്ടത് സാധിക്കുന്ന സമയത്ത് അവൻ കൈവരിക്കുന്ന അവസ്ഥയാണ് സിദ്ധാവസ്ഥ. അതിനെക്കുറിച്ചല്ല. ഇതിലൊക്കെ പറയുന്ന നാരദ ഭക്തിസൂത്രത്തിലൊക്കെ പറയും യല്ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി യത് പ്രാപ്യ ന കിഞ്ചിത് വാഞ്ചതി ന ശോചതി ന ദ്വേഷ്ടി ന രമതേ ന ഉത്സാഹി ഭവതി എന്നൊക്കെ പറയുന്ന ഭാവമുണ്ട്. അതല്ലാതെ പറയുന്ന രാമകൃഷ്ണദേവൻ പറയുന്ന അല്ലാത്തവരെ കുറിച്ചാണ്. രാമകൃഷ്ണദേവൻ പറയും രാമകൃഷ്ണദേവൻ വളരെ ഒരു അറപ്പുളവാക്കുന്ന ഭാഷയിലാണ് പറയുക. എനിക്ക് എന്താ പറയുക, ഈ കുമാർപുക്കൂർ ഈ സ്ഥലത്തിൻ്റെ പേര് രാമകൃഷ്ണദേവൻ പറഞ്ഞിട്ട് പറയും അവിടെ ഈ ആളുകൾ വെളുക്കിയിരിക്കുന്നത് പോലെയാണ്. അവർ മര്യാദയ്ക്ക് അവർക്ക് ഇരിക്കാൻ പോലുള്ള ഒരു ക്ഷമയോ കാര്യങ്ങളോ ഉണ്ടാവില്ല, പകുതി ഇരിക്കുന്നേ ഉണ്ടാവുള്ളൂ എന്നാ. അത്രയും കലശലായിട്ടാണ് അവരങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ പകുതി ഇരുന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്നത് പോലെ അത് എത്ര അറപ്പുളവാക്കുമോ അതുപോലെയാണ് ഇവർ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് രാമകൃഷ്ണദേവൻ പണ്ടേ പറഞ്ഞിട്ടുള്ള. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഈ പറഞ്ഞ നമ്മുടെ ഒരു അദ്വൈത വേദാന്ത ചിന്താ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളവരൊന്നും കൈക്കൊള്ളുന്നതല്ല. അപ്പം നമ്മുടെ രീതി അതാണ്. വിവേകാനന്ദ സ്വാമികളാണെങ്കിലും രാമകൃഷ്ണദേവനാണെങ്കിലും രമണ മഹർഷിയാണെങ്കിലും അവരെന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ ആകർഷിച്ച് എന്നിട്ട് അവരുടെ എന്തെങ്കിലുമൊക്കെ തൊട്ട് കയ്യിലാക്കുക എന്നുള്ള ആ വഴിയല്ല അവർ സ്വീകരിച്ചിട്ടുള്ളത്. അവരൊരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുമില്ല. ഇത് ജനങ്ങൾക്ക് അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളതെല്ലാം തന്നെ ഗൃഹസ്ഥാശ്രമം നയിക്കുന്ന ഒരു പൊതുസമൂഹത്തിന് വേണ്ടുന്ന അനുവർത്തിച്ച് സാക്ഷാത്കരിക്കാവുന്ന സത്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അവരതങ്ങനെ പറഞ്ഞത്? ധർമ്മശാസ്ത്രത്തിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ധർമ്മശാസ്ത്രത്തിൽ ഇത്തരം ഏടാകൂടങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആ ഏടാകൂടങ്ങളിലേക്കൊന്നും പോവരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവരൊക്കെ എന്താണ്, വെറുതെ ഈ അജ്ഞാനത്തിൻ്റെ വഴിയെ പോകുന്നവരാണ്. വഴിയെ ഇതൊക്കെ വിസ്തരിച്ച് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മിതമായ ആഹാരം, മിതമായ വിഹാരം, വിഹാരം, അതുപോലെ തന്നെ ഉറക്കം, ഇതെല്ലാം
ആവശ്യത്തിന് അങ്ങനെയുള്ളവർക്ക് ഇത് ലഭ്യമാണ് എന്ന് പറയുമ്പം എത്ര ലളിതവും സുതാര്യവുമാണ് ഗീതയുടെ വഴി, അല്ലെങ്കിൽ ഗീത പറയുന്ന ധ്യാനത്തിൻ്റെ വഴി, സാക്ഷാത്കാരത്തിൻ്റെ വഴി. രമണ മഹർഷി പറയും ഏറ്റവും ലളിതമായിട്ടുള്ളതാണെന്ന് പറയും, അതിലളിതം. എന്നാൽ മഹർഷി ആ സത്യത്തെ സാക്ഷാത്കരിച്ചത് അത് മറ്റൊരാൾക്ക് അനുകരിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അത് അദ്ദേഹത്തിൻ്റെ മഹർഷിയുടെ ഒരു വഴിയിലത് മഹർഷി അത് പറഞ്ഞിട്ടില്ല ആരോടും, എന്നെപ്പോലെ നിങ്ങൾ കുറേ കാലം ഗുഹയിൽ ഇരുന്നാലേ അത് നടക്കുള്ളൂ എന്ന്. മഹർഷിക്ക് അത് ആ സമയത്ത് അതാണ് വേണ്ടതെന്ന് തോന്നിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ധർമ്മശാസ്ത്രം അതല്ല പറയുന്നത്. അപ്പോൾ ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. 31-ാമത്തെ ശ്ലോകത്തിൽ 6-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവധാ വർത്തമാനഃ അപി സയോഗി മയി വർത്തത്തെ. എന്നിൽ വർത്തിക്കുന്ന യോഗി അവൻ ആരാണ്? അതാരാ? ആദ്യം ഞാൻ ആരെന്ന് മനസ്സിലാവണം. ഇത് നമ്മൾ ഈ പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ കഥയൊക്കെ എഴുതി പറയുക, ഞാൻ അവിടെ നോക്കി ഇവിടെ നോക്കി കണ്ടില്ല ദൈവത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓരോ പാട്ടൊക്കെ എഴുതുന്നുണ്ടല്ലോ ഓരോരുത്തർ. അപ്പോൾ ഇത് എവിടെയാ നോക്കേണ്ടടുത്ത് നോക്കണം. ആ ബുദ്ധ സന്യാസിനി ഈ ചെറുപ്പക്കാരെ ചിന്തിപ്പിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ടല്ലോ, സെൻ ബുദ്ധിസത്തിലുള്ളതാണ്, വളരെ പ്രസിദ്ധമാണ്. ഈ പതിവായിട്ട് ഈ കുട്ടികൾ, കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു ഈ ലക്കുലകാനും ഇല്ലാതെ പോകുന്നത് പോലെ അവർക്ക് തോന്നിയിട്ട് ഇവരെ ഒന്ന് തിരുത്തണം എന്ന് തോന്നിയതാണ്. അങ്ങനെ ഈ അമ്മുമ്മ ഇവർ വരുന്നത് കണ്ടിട്ട് അപ്പോൾ അവരാ ഇരുട്ടത്ത് പോയിട്ട് ഇങ്ങനെ എന്തോ തിരയണം. അപ്പോഴാണ് ഈ ചെറുപ്പക്കാർ വന്ന് ചോദിക്കുന്നത്, എന്താ മുത്തശ്ശി ഇവിടെ തിരയുന്നത്? എൻ്റെ സൂചി പോയി മക്കളെ, ഞാൻ തുന്നുമ്പോൾ സൂചി പോയി. അപ്പോൾ അവരെല്ലാവരും കൂടി സഹായിക്കാമെന്ന് കരുതി തിരയാൻ തുടങ്ങി. ആർക്കും ഇത് കിട്ടുന്നില്ല. അവസാനം ഏതോ ഒരുത്തൻ ചോദിച്ചു, അല്ല ഇത് എവിടെന്നാ തുന്നിയത്? എവിടുന്ന് തുന്നുമ്പോഴാണ് സൂചി പോയത്? അതെൻ്റെ വീട്ടിൽ നിന്നാണ്. ഞാൻ ആ വീട്ടിൽ തുന്നിയത് ഇവിടെ വന്ന് തിരഞ്ഞാൽ കിട്ടുമോ? അപ്പോൾ ഈ വിളക്കുകാലിൻ്റെ ചുവട്ടിലാണ് ഇവർ തിരയുന്നത്. അവിടെ വഴിയിലൊരു വിളക്കുകാലുണ്ട്, അതിൻ്റെ ചുവട്ടിലാണ് ഇവർ തിരയുന്നത്. അപ്പം അത് വീട്ടിൽ പോയിട്ട് തന്നെ തിരയണ്ടേ മുത്തശ്ശി? ഇവിടെ തിരഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക? അതെ, ആ വീട്ടിൽ ഇരുട്ടായിരുന്നു. ആ ഇരുട്ടത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇരുട്ടത്തുനിന്നാണ് തുന്നിയത്. അപ്പോൾ ഇവിടെ വന്ന് തിരയാം, വെളിച്ചത്തുനിന്ന് തിരയാമെന്ന് വിചാരിച്ചു. മക്കളെ, നിങ്ങളോടും എനിക്ക് ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്തന്വേഷിച്ചാണ് ഈ പോകുന്നത്? എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഈ ആനന്ദത്തിനായിട്ട്. ആ ആനന്ദം നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. ആ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടെത്തിയാലുണ്ടല്ലോ, ഈ പുറത്തൊന്നും അന്വേഷിക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെയും ഭഗവാൻ എന്താ പറയുന്നത്? യോഗി എവിടെ എന്നെ കണ്ടെത്തും? സർവഭൂതസ്ഥിതം യോ മാം, യാതൊരുവനാണ് മാം എന്നെ, സർവഭൂതസ്ഥിതം സകല ജീവജാലങ്ങളിലും ഇരിക്കുന്ന എന്നെ, ഏകത്വം ആസ്ഥിത ആ സമബുദ്ധിയെ, ഏകത്വത്തെ പ്രാപിച്ചവനായി, ഭജതി ഭജ് സേവായാം, സേവിക്കുന്നത്, ഭജിക്കുന്നത്. അങ്ങനെ ആരാണ് സേവിക്കുന്നത്? ചിന്മയാനന്ദ സ്വാമികളുടെ, നമ്മൾ ചിന്മയ മിഷൻ്റെ പ്രതിജ്ഞയിൽ പറയും, സ്വരാജ്യ സേവനമാണ് സർവേശ്വര സേവനം. ജനങ്ങളോടുള്ള ഭക്തിയാണ് പരമാത്മാവിനോടുള്ള ഭക്തി. മിഷൻ്റെ പ്രതിജ്ഞയിലെ വരികളാണ്. അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ ഞങ്ങളിലൂടെ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് എൻ്റെ കരചരണങ്ങളിലൂടെ ലോകത്തിന് നൽകാനുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഭഗവാൻ എവിടെന്നെങ്കിലും വന്നിരുന്ന് അങ്ങനെ വന്നാൽ നമ്മൾ അംഗീകരിക്കുമോ? ഏത് മതസ്ഥരെ അംഗീകരിക്കുക?
യേശു വരും എന്ന് പറഞ്ഞു. ശരി, ഒരു ദിവസം നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മുടെ എപ്പോഴുള്ള ദിവസവും രാത്രിയും നമ്മൾ പ്രാർത്ഥിക്കുന്നു, അങ്ങ് വരണം, വന്നിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം, കൂട്ടത്തിൽ എൻ്റെ വീടും സന്ദർശിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു, ബൈബിളിലോ അതും ഇതൊക്കെ വായിച്ചിട്ട്. ഒരു ദിവസം മൂപ്പര് രാവിലെ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നു. കതക് തുറന്നു നോക്കുമ്പോൾ പരിചയമില്ലാത്ത ഒരാൾ, എന്നാലും നല്ല തേജസ്വി ആയിട്ടുള്ള ഒരാൾ, കാണാനൊക്കെ നല്ല. ആരാ? ഞാൻ യേശുദേവൻ. നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ കരുതി കുറച്ച് വീടുകളിലൊക്കെ ഒന്ന് പോവാം, ഞാൻ വരട്ടെ അകത്തേക്ക്? നമ്മൾ കയറ്റുമോ അകത്ത്? അപ്പം കുറ്റിയിടും, കയറിയാലോ എന്ന് കരുതിയിട്ട്. എന്നിട്ടോ ബാക്കിയുള്ളവരെ വിളിക്കും. നമ്മളൊരു ഗ്രൂപ്പിലുണ്ടല്ലോ, കോളനിയിൽ ഗ്രൂപ്പ് ഉണ്ടാവും, ആ വാട്സാപ്പിൽ ഉടനെ അയക്കും, ഇതേ ഒരു കള്ളൻ ഇവിടെ യേശുവാണെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്, ഇവനെ ഇന്ന് പിടിക്കണം, നമുക്ക് നിങ്ങളൊക്കെ ഒന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങണമെന്ന്. അങ്ങനെ ഈ കോളനിക്കാരെല്ലാം കൂടെ മൂപ്പരെ പിടിച്ച് പൊതിരെ തല്ലി പോലീസിനെ ഏൽപ്പിക്കും. പോലീസ് പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ യേശുവാണെന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കുമോ? കോടതി കൊണ്ടുപോയി കോടതിയോട് ഞാൻ പറയും, കോടതി പറഞ്ഞാൽ യേശു പറയാം ഞാൻ യേശുവാണെന്ന് പറഞ്ഞാൽ കോടതി അംഗീകരിക്കുമോ? ഇനി പോട്ടെ, പോപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇതെല്ലാം കൂടെ കഴിഞ്ഞാൽ പോപ്പ് അംഗീകരിക്കുമോ? ഏത് പള്ളിയിൽ ഏത് വികാരി അംഗീകരിക്കും? ഇത് തന്നെയാണ് കൃഷ്ണൻ്റെ കാര്യത്തിലും. കൃഷ്ണൻ വന്നു, കൃഷ്ണൻ്റെ ഓടക്കൊഴും അതും ഇതൊക്കെ ആയിട്ട് കൃഷ്ണൻ വന്നിട്ട് ബെല്ലടിച്ച ഇത് തന്നെയല്ലേ കൃഷ്ണൻ്റെ കാര്യത്തിൽ? ഓടിച്ചിട്ടടിക്കും. ഏത് മതസ്ഥർ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ വരും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാൻ പോകില്ല, ആരാണെങ്കിലും. അപ്പോൾ എന്താണ് ഈ വൈരുദ്ധ്യം നമ്മളിൽ നിൽക്കുന്നത്? അപ്പോൾ ഈ പറഞ്ഞ ഈശ്വരൻ എന്ന ഭാവത്തെ എന്തുകൊണ്ടാണ് എല്ലാറ്റിലും കാണാൻ കഴിയാത്തത്? അതാണ് പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ ഈശ്വരൻ എല്ലാറ്റിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ഈശ്വരൻ എല്ലാവരിലും ഉണ്ട്, എല്ലാറ്റിലും ഉണ്ട് ഈശ്വരൻ. പക്ഷേ എല്ലാവരും ഈശ്വരനിൽ ഇല്ല. അതാ പ്രശ്നം. അതാ ഭഗവാൻ ഇവിടെ പറഞ്ഞത്, സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാത്മനഃ. അങ്ങനെ ആരാണ് ഭജിക്കുന്നത്, അങ്ങനെ ആരാണ് സേവിക്കുന്നത്? അത് പ്രധാന. സർവഥാ വർത്തമാനഃ അഭി, അവൻ എല്ലാ പ്രകാരത്തിലും. വർത്തമാനഃ അഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാവഹാരികമായ അവൻ്റെ എന്തെന്ത് കാര്യങ്ങൾ അവൻ ചെയ്യുന്നവനാണെങ്കിലും മയി ഏവ വർത്തതേ, അവൻ എന്നിൽ തന്നെയാണ് കഴിയുന്നത്. ഒരു നടൻ, സിനിമാ നടൻ, പല വേഷങ്ങൾ അദ്ദേഹം അഭിനയിക്കും. പക്ഷേ ഈ വേഷങ്ങളൊക്കെ എടുത്ത് അഭിനയിക്കുന്ന സമയത്തും അയാളിൽ ആരാണ്? അയാളുണ്ട്. അതുപോലെ എന്തെന്ത് ജോലികൾ ചെയ്യുകയാണെങ്കിലും എപ്പോഴും എന്നിൽ വർത്തിക്കുന്നു, ആ ഭഗവാനിൽ, അതിനെ ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്ന് പറയും. തുടർന്ന് പറഞ്ഞു 32ാമത്തെ ശ്ലോകത്തിൽ, ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യതി വാ ദുഃഖം സയോഗി പരമോ മതഃ. എൻ്റെ അഭിപ്രായത്തിൽ ഉത്തമനായ യോഗി ആരാണ്? ശ്രേഷ്ഠനായ യോഗി, അനുകരണീയനായ യോഗി, മാതൃകാപരനായ യോഗി, അനുവർത്തിക്കാൻ പോകുന്ന യോഗി. ആ യോഗിയെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ്, ഹേ അർജുന, സർവത്ര എന്ന് പറഞ്ഞാൽ സകല ജീവജാലങ്ങളിലും, എല്ലായിടത്തും,
സർവനാമ ശബ്ദം കൊണ്ട് പിന്നെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതായ യാതൊന്നും ഇല്ല. അങ്ങനെ സർവത്ര. അതിപ്പോൾ സുഖം യതി വാ ദുഃഖം വാ, സുഖം വാ യതി ദുഃഖം വാ, അത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ, സുഖത്തെയോ ദുഃഖത്തെയോ ആത്മൗപമ്യേന ആത്മ സാദൃശ്യം കൊണ്ട്, ഇതിനെയാണ് നമ്മൾ ഈ ആധുനിക ഭാഷയിൽ ഈ മാനേജ്മെൻറ്റ് ഇതിലൊക്കെ ഇവർ പറയും ഒരു സ്പിരിച്വൽ ബെൻഡ് എന്ന്. ഈ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പറയാം അയാൾക്കൊരു സ്പിരിച്വൽ ബെൻഡുള്ള ആളാണ്. ഇതാണ് ആത്മൗപമ്യേന. ആ ആത്മൗപമ്യേന, ആ ആത്മസാദൃശ്യം കൊണ്ട് സമം യഹ പശ്യതി, എങ്ങനെയാണോ അതിനെ സമമായി കാണുന്നു. ഇതാണ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞത്. വ്യക്തിയെയും പ്രവൃത്തിയെയും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് നമുക്കതിനെ അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കണം. യഹ പശ്യതി, അവനാണ് സഹയോഗി പരമഃ ഇതി മേ മതഃ, ഏറ്റവും ശ്രേഷ്ഠനായ ഉത്തമനായ യോഗി എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ്. അല്ലാതെ പേരൊക്കെ യോഗിയാണ്, ആളുകളെ വകതിരിക്കാനും തെറിവിളിക്കാനും യോഗി മുൻപന്തിയിലാണ്. ആധുനിക യോഗി അങ്ങനെയല്ല എന്ന് പറയും. പേരിൽ യോഗി. കേരളത്തിൽ യോഗിയെ പരിചയമുള്ളവർ, നമ്മൾ കേരളത്തിൽ ആദ്യം കാണുന്ന യോഗി എന്നുള്ളൊരു ശബ്ദം കാണുന്നത് യോഗി ബീഡിയിലാണ്. യോഗിയും സാധുവും രണ്ടിനും ബീഡി പാക്കറ്റിൽ ഒരു സ്ഥാനമുണ്ട്. കാരണം ഇവരിത് വലിക്കുന്നവരാണെന്നുള്ള ഒരു ധാരണയാണ്. യോഗി ബീഡി, സാധു ബീഡി. ഇപ്പം ഏതൊക്കെ ബീഡി ഉണ്ടെന്ന് അറിയില്ല, ബീഡി തന്നെ ഉണ്ടോയെന്ന് അറിയില്ല. ഇതിൽ ഇവരുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾ കമണ്ടലും യോഗദണ്ഡും ഒക്കെ ആയിട്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ബീഡിയായിരുന്നു ദിനേശ് ബീഡി. ഇവരുടെ രണ്ടുപേരുടെയും പേരൊന്നുമില്ല. അങ്ങനെ ഈ യോഗി ബീഡി വലിക്കുന്നവൻ യോഗിയാവുമോ, സാധു ബീഡി വലിക്കുന്നവൻ സാധുവാവുമോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പേരുണ്ട് യോഗി എന്നിരിക്കട്ടെ. ഇതാണ് യോഗി. ഇത് നമ്മുടെ ഒരു അവസ്ഥയാണ്, നമ്മുടെ പേരുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന, സുഖം വാ യതി വാ ദുഃഖം സ യോഗി പരമോ മതഃ. തുടർന്ന് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനൻ അടങ്ങിയിരിക്കാൻ തീരുമാനിച്ചില്ല. അർജുനന് കുറച്ച് എന്താണ് ഈ ഭഗവാൻ ഇങ്ങനെ കുറേ നേരമായി ഇങ്ങനെ പറയുന്നത്, നമ്മൾ മിണ്ടാതിരുന്നാൽ ശരിയാവില്ല. ശരിക്കും പറഞ്ഞാൽ അർജുനൻ, നമ്മളിപ്പോൾ ഈ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ഇത് പറഞ്ഞാൽ അർജുനൻ ഒരു മുത്താണ് എന്ന് പറയാം. മുത്താണ് അർജുനൻ. കാരണം എന്താണെന്നറിയോ, അർജുനൻ നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ വക്കാലത്താണ് അർജുനൻ എടുത്ത് അവതരിപ്പിക്കുന്നത്. ഈ കാലയളവിൽ പോലും ഈ ആധുനിക ലോകത്തിൽ അർജുനൻ മുന്നോട്ട് വയ്ക്കുന്ന സംശയങ്ങൾ, അർജുനൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാണ്. അർജുനൻ നമ്മുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഇപ്പോൾ പുരുഷന്മാർക്കും കമ്മീഷൻ വേണമെന്നൊക്കെയാണല്ലോ. അപ്പോൾ അർജുനൻ പുരുഷന്മാരുടെ കമ്മീഷനിലാണോ സ്ത്രീ കമ്മീഷനിലാണോ പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സകലമാന ആളുകളുടെയും കമ്മീഷൻ്റെ വക്താവാണ് അർജുനൻ. അപ്പോൾ അർജുനൻ്റെ നിലപാട്, അല്ലെങ്കിൽ അർജുനൻ്റെ ചോദ്യം, ഗംഭീര ചോദ്യം. അർജുനൻ്റെ ചോദ്യം നമുക്ക് വേണ്ടിയാണ് അർജുനൻ ചോദിക്കുന്നത്. എന്താ അർജുനൻ ചോദിക്കുന്നത്? അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാസ്ഥിതിം സ്ഥിരാം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദിബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ
വായോരിവ സുദുഷ്കരം. അതിഗംഭീര ചോദ്യ. എന്താ അർജുനൻ്റെ ചോദ്യം? അർജുന ഉവാച, അർജുനൻ ചോദിച്ചു. വിളിക്കുന്നത് തന്നെ നല്ല സംബോധനയാണ്. യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന. ഹേ മധുസൂദന, അല്ലയോ ഭഗവാനെ. മധുസൂദന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, മുമ്പും പറഞ്ഞു പോയിട്ടുള്ളതാണ് ഇതൊക്കെ. ഹേ മധുസൂദന, സാമ്യേന യഹ അയം യോഗഃ ത്വയാ പ്രോക്തഃ. ഈ സാമ്യേന എന്നിവിടെ അർജുനൻ പറയുമ്പോൾ ഈ സമബുദ്ധിയെ മുൻനിർത്തിയിട്ടുള്ള, അങ്ങ് തൊട്ട് മുമ്പ് പറഞ്ഞുവല്ലോ, അങ്ങനെയൊക്കെ അങ്ങ് ഈ മനസ്സിനെ അടക്കിയിട്ടുള്ള യോഗത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ആ ഭഗവാൻ എന്തൊക്കെയാണോ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് അതിനെ മൊത്തത്തിൽ ചേർത്തെടുത്ത് അർജുനൻ ഇങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. സാമ്യേന, സമബുദ്ധിയെ മുൻനിർത്തി, യഹ അയം യോഗഃ, യാതൊരു ഈ യോഗമാണോ അങ്ങ് പറയപ്പെട്ടിട്ടുള്ളത്, ത്വയാ പ്രോക്ത, അങ്ങയാൽ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ അതിലാണ് അർജുനൻ പിടിച്ചിരിക്കുന്നത്. അങ്ങ് ഇതിനെയൊക്കെ ഇങ്ങനെ സാമ്യാവസ്ഥയിൽ നിർത്തി ഇതിനെ കൊണ്ടുവരണം, ഇങ്ങനെ കാണണം, അങ്ങനെ കാണണം എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ശരി, ഇരിക്കട്ടെ. അങ്ങയാൽ പറയപ്പെട്ടിട്ടുള്ള ഈ യോഗം ഏതസ്യ, ഇതിൻ്റെ സ്ഥിരാം സ്ഥിതിം, ഇത് അങ്ങ് ഒരു ദീപം ഇങ്ങനെ കാറ്റില്ലാത്ത ദീപത്തിൽ, കാറ്റില്ലാത്തിടത്ത് ദീപം ഇളകാതെ നിൽക്കുന്നത് പോലെ അങ്ങൊരു ഉപമയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടല്ലോ ഭഗവാനെ. ചഞ്ചലത്വാത്, ഇത് മനസ്സിങ്ങനെ ഇളകുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഏതസ്യ സ്ഥിരാം സ്ഥിതിം ചഞ്ചലത്വാത് അഹം ന പശ്യാമി. ഇതാണ് അർജുനൻ മുത്താണെന്ന് പറയാനുള്ള കാരണം. എന്തും തലകുലുക്കി ഒരു റാമൂളിയല്ല അർജുനൻ കാര്യം വ്യക്തമായിട്ട് അവതരിപ്പിക്കുക. അങ്ങ് ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ മനസ്സ് ഇളകുന്നതാണ്. ഇതിൻ്റെ ഇളകാത്ത നിലനിൽപ്പിനെ മനസ്സിൻ്റെ ഇളക്കം കൊണ്ട് ഞാൻ കാണുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇത് നടക്കുന്നു. കാരണം ഇത് മനസ്സ് തന്നെ ഇളകുന്നതാണ്. എന്നിരിക്കെ അത് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. തുടർന്ന് അർജുനൻ പറഞ്ഞതാണ്, ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഹേ കൃഷ്ണ, ചഞ്ചലം ഹി മനഃ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നാണെങ്കിൽ, മനഃ ചഞ്ചലം, മനസ്സിങ്ങനെ ഇളകുന്നതാണ്. ചഞ്ചലം ഹി മനഃകൃഷ്ണ. അതെന്താണ്? പ്രമാദി ബലവദൃഢം. അതാണെങ്കിലോ പ്രമാദി ബലവത്, അതിൻ്റെ ശക്തി അപാരമാണ്. അത് പിടിച്ചു വലിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അതാണല്ലോ പലതും നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞാലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ ശ്രമിച്ചു നോക്കും, നടക്കില്ല. അർജുനൻ പറയുക, പ്രമാദി ബലവദൃഢം, അത് അങ്ങേയറ്റം ഇളകുന്നതാണ്. അതുപോലെ തന്നെ ബലവത്, അത് ഭയങ്കര ശക്തിയുള്ളതുമാണ്. തസ്യ നിഗ്രഹം, അതിനെ നിഗ്രഹിക്കുക എന്നുള്ളത് വായോരിവ സുദുഷ്കരം, അത് ഈ വായുവിനെ പിടിച്ച് കെട്ടുക എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഏർപ്പാടാണ്. അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കൂല ഭഗവാനെ, എന്നെക്കൊണ്ട്. അപ്പം അർജുനൻ കാര്യങ്ങളെ നന്നായിട്ട് പരിശീലിക്കാനും അതിനെ കാണാനും തുടങ്ങി. ഈ ധ്യാനം പരിശീലിക്കുന്ന പലരും ഈ ഒരു ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്. ഇത് മനസ്സ് ഇത് നിയന്ത്രിക്കാൻ പറ്റുമോ, ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ, നടക്കുമോ ഇത് എന്ന്. അതെ, അർജുന ഇത് ചോദിച്ചിരിക്കുന്നത് നമുക്കൊക്കെ വേണ്ടിയിട്ട് അർജുനൻ ചോദിച്ചിരിക്കുക. ഇത് നടക്കുമോ, ഇത് വല്ലതും, ഇത് ഒരു സിനിമയിൽ മോഹൻലാൽ
ഈ എന്താ കുതിരോട്ടം പപ്പുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ, ഈ റോഡ് റോളർ നന്നാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് അങ്ങൊരു എന്താ വെള്ളാനകളുടെ നാടോ അങ്ങനെ എന്തോ ഒരു സിനിമയുടെ പേര് അത് തന്നെയാന്ന് തോന്നുന്നുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോമഡി സിനിമയാണ്. മൂപ്പര് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വല്ലതും നടക്കുമോ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇത് ഇന്ന് ശരിയാവുമോ, ഇത് ഇപ്പം ശരിയാക്കാമെന്ന് പറയണ്ട, അതുകൊണ്ട് ശരിയാക്കിയാൽ മതി എന്നാ. അപ്പോൾ ഇത് വല്ലതും നടക്കുമോ, ഇത് വല്ലതും ശരിയാവുമോ, ഇതിങ്ങനെ ഇരുന്നിട്ട് കാര്യം വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന നമുക്കും കൂടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അർജുൻ എന്ത് ചോദിച്ചത്, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലവത് ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. രണ്ട് വായുവിനെ പോലെ പിടിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടല്ലേന്നാ. എന്താണ് ഭഗവാന്റെ ഉത്തരം? ഭഗവാൻ അർജുനൻ്റെ ചോദ്യത്തെ മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. ഭഗവാൻ പറയുന്നു, അർജുന, നീ ആള് കേവന മിടുക്കനാ, നീ എൻ്റെ ശിഷ്യൻ തന്നെ, നീ എനിക്ക് പോന്നവനാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരാൾ ഇപ്പോൾ ഭഗവാൻ ഇത്രയും കാര്യങ്ങളൊക്കെ വിസ്തരിച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചോദ്യകർത്താവ് ജിജ്ഞാസയോടുകൂടി തൻ്റെ അനുഭവത്തെ മുന്നിലേക്ക് വയ്ക്കുക, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ആധ്യാത്മികതയൊക്കെയാണെന്നൊക്കെയാണ് പറയുക. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജാതിയും മതവും അവൻ്റെ രാഷ്ട്രീയവും അവൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി പരിഹസിക്കുന്ന അവഹേളിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. പിന്നെ ചില ചോദ്യങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ ചോദ്യകർത്താവിനെ പരിഹസിക്കാനും അവഹേളിക്കാനും ഒക്കെ വേണ്ടി, അതിന് മറുപടി പറയണമെന്നില്ല വർത്തമാനകാലത്ത്. അതല്ലാതെ ഒരാൾ ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം ചോദിച്ചതാണെങ്കിൽ അതിനെ സമീപിക്കേണ്ടത് ആദ്യം ചോദ്യകർത്താവിനെ ഒന്ന് ആ ചോദ്യത്തെ മുഖവിലേക്ക് എടുക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അതാണ് ഈ ആധ്യാത്മികതയുടെ വഴി. അർജുനനെ ഒരിക്കലും ഭഗവാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല ഒരു ചോദ്യത്തിലും. അർജുൻ്റെ ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളുമാണ്. അപ്പോൾ ഇവിടെ അർജുനൻ പറഞ്ഞത് മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് അത് എളുപ്പത്തിലുള്ളൊരു കാര്യമല്ല. അതെന്താണ്? വായുവിനെ പിടിച്ച് കെട്ടിയിടുക എന്ന് പറയുന്നത് പോലത്തെ ഒരു ഏർപ്പാടാണ്. എനിക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞത്. അഹം മന്യേ, ഞാൻ കരുതുന്നു. അങ്ങേക്ക് പറ്റുമായിരിക്കും, ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളങ്ങനെയല്ല, നമ്മൾ പറയും ഒരാൾക്കും പറ്റൂല എന്ന് പറയും. കാരണം തനിക്ക് പറ്റിയിട്ടില്ല, ഇത് ഒരാൾക്കും പറ്റില്ല എന്ന് മൂപ്പര് അങ്ങോട്ട് തീരുമാനം എടുക്കും. ഇവിടെ അങ്ങനെയല്ല. എനിക്കിത് പറ്റും എന്ന് അഹം ന മന്യേ, ഞാൻ കരുതുന്നില്ല. ഭഗവാൻ എന്തു പറയുന്നു? ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. ആദ്യം തന്നെ അർജുനനെ ഭഗവാൻ പ്രശംസിക്കുന്നു. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ മറുപടി പറയും. ഇതാ ഭഗവാൻ പറയുന്നത്, അസംശയം മഹാബാഹോ, ഹേ മഹാബാഹോ, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള, വലിയ കാര്യങ്ങളിലൊക്കെ പരീക്ഷകൾ പലതും പാസ്സായതാണ്. അപ്പോൾ വിരാടിൻ്റെ രാജ്യത്ത് അപ്പോൾ ഈ യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്, അർജുന നീ എന്ത് ജോലിയാണ് ചെയ്യുക? അപ്പോൾ പറയും, ഞാൻ അവിടെ പോയിട്ട് ഈ പറഞ്ഞതുപോലെ ഞാനൊരു ഈ പുരുഷനുമല്ല സ്ത്രീയുമല്ലാത്ത ഷണ്ഡത്വം സ്വീകരിച്ച് ഞാനങ്ങനെ അവിടെ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിച്ച് കഴിഞ്ഞോളാം, ബൃഹന്നള എന്നുള്ള പേരിൽ. അതെനിക്ക് നല്ല വശമുണ്ട്.
അങ്ങനെ മൂപ്പര് കണ്ടാൽ ആണാണോ പെണ്ണാണോ എന്നൊന്നും തോന്നാത്ത വിധത്തിൽ അവിടെ പോയി ഈ പറഞ്ഞ വിരാടനോട് പറയാം, അങ്ങയുടെ മകളെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് എന്നാൽ അങ്ങനെ ആവട്ടെ എന്നുള്ളതായി. പക്ഷേ വിരാടൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ്റെ കാര്യത്തിൽ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇയാളെ എവിടെയാണ് താമസിപ്പിക്കേണ്ടതെന്ന് കൊട്ടാരത്തിലെ മറ്റുള്ള ജ്ഞാനികളായിട്ടുള്ള ആളുകളുമായിട്ട് കൂടിയാലോചന നടത്തി. കാരണം പുരുഷന്മാരുടെ അതിൽ പെടുത്തണോ സ്ത്രീകളുടെ അതിൽ പെടുത്തണോ എന്നുള്ളതാണ്. അപ്പോൾ അതിലങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഇയാളെ എവിടെ ഉൾക്കൊള്ളിക്കണം എന്നുള്ളത്, ഏത് പട്ടികയിൽ പെടുത്തണം എന്ന്. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ പരിശോധിച്ചു. മൊത്തത്തിൽ പരിശോധന നടത്തിയതാണ്. അങ്ങനെ മൊത്തത്തിൽ പരിശോധന നടത്തിയിട്ട് അപ്പോൾ അവർ തീരുമാനിച്ചു, ഇല്ല ഇദ്ദേഹം പുരുഷനല്ല, അതുകൊണ്ട് ഇവരുടെ അന്തഃപുരത്തിലെ സ്ത്രീകൾക്കൊപ്പം കഴിയട്ടെ എന്ന്. അങ്ങനെ അർജുനന് അവിടെ സ്ത്രീകളോടൊപ്പം കഴിയാൻ സാധിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൂപ്പര് മഹാബാഹുവാണ് എന്ന് പറഞ്ഞാൽ ഈ കയ്യിലെ ഞാൻ തയമ്പൊക്കെ ഈ വില്ല് വലച്ചിട്ടുള്ള ഇതുണ്ട്, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പോൾ അതൊക്കെ എന്താ പറയുക, മറയ്ക്കുന്ന വിധത്തിൽ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അതിനെയൊക്കെ മറ്റുള്ളവർക്ക് കണ്ടാൽ തോന്നാത്ത വിധത്തിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു പോരാളി എന്നുള്ളതൊന്നും പുറത്തേക്ക് എടുക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ദ്രൗപദിക്ക് ഈ കീചകൻ്റെ ചവിട്ട് കൊണ്ട് വീണ് ഇങ്ങനെ കഷ്ടപ്പെട്ടപ്പോഴൊന്നും മൂപ്പര് ഇടപെടാത്തത്. മൂപ്പര് ഡാൻസിൽ ഇങ്ങനെ മുഴുകിക്കഴിഞ്ഞത് അതായിരിക്കാം. എന്തായാലും വ്യാസർ അതൊക്കെ അങ്ങനെയാണല്ലോ അവതരിപ്പിക്കുന്നത്. ഇതും വ്യാസരുടെ അവതരണം തന്നെയാണല്ലോ. അപ്പോൾ മഹാബാഹുവാണ് ആൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾക്കൊന്നും എന്താ പറയുക, അതിസാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. അപ്പം നീ അങ്ങനെ പല സാഹസികമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനൊക്കെ ആയിട്ടുള്ള ആളാണെന്ന് ആ വിളിയിലുണ്ട്. മഹാബാഹോ, നിൻ്റെ കേവലം കൈകളുടെ വലുപ്പം മാത്രമല്ല, സാഹസികത കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇത് വേണമല്ലോ, ഇച്ഛാശക്തി വേണം. അപ്പം അർജുനൻ്റെ മുഴുവൻ ഇച്ഛാശക്തിയും കൃഷ്ണനാണ്. കൃഷ്ണൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് മൂപ്പര് കൃഷ്ണനോട് ചോദിക്കാതെയും പല പ്രതിജ്ഞയും എടുക്കുക. പക്ഷെ അതൊക്കെ നിറവേറ്റി കൊടുക്കുന്ന ആളാണ് കൃഷ്ണൻ. ഒരു പ്രത്യേക ബന്ധമാണ് അവർ തമ്മിൽ. എല്ലാവരുമായിട്ടും ഭഗവാൻ അങ്ങനെയാണ്, എല്ലാവരോടും അങ്ങനെയാണ്. മഹാഭാരതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരോടും ഓരോരുത്തർക്ക് വേണ്ടത് എന്താണോ അതിനെ അനുവദിച്ചു കൊടുക്കും. അതാണ് കൃഷ്ണൻ്റെ രീതി. നമുക്കൊക്കെ വേണ്ടത് അങ്ങനെയാണ്. ശത്രുക്കൾക്ക് അവരുടെ ദുഷ്ടബുദ്ധിയെ എങ്ങനെ എത്ര മുകളിലേക്ക് കൊണ്ടുപോകാമോ അത്രയും മൂപ്പര് മുകളിൽ പ്രകടമാക്കാനുള്ള അവസരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ആരൊക്കെ എങ്ങനെയാണോ എന്നെ ഭജിക്കുന്നത് അവരെ അതുപോലെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ഒരാളുടെ, അല്ലാതെ എൻ്റെ അടുത്തുള്ളത് തരാം എന്നല്ല. നമ്മളൊരു കടയിൽ പോയിട്ട് ഇന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവുക? അങ്ങനത്തെ ഒരു കടക്കാരനല്ല കൃഷ്ണൻ. നമുക്കെന്താണോ വേണ്ടത് അത് തരും. അപ്പോൾ അർജുനോട് പറയാ, എടോ മഹാബാഹു, നീ പറഞ്ഞത് അസംശയം, അത് പൂർണ്ണമായി ശരിയാണ്, നിന്റെ നിലപാട് ശരിയാണ്. അസംശയം മഹാബാഹോ. എന്ത്? ദുർനിഗ്രഹം ചലം, മനസ്സ് ദുർനിഗ്രഹം, അതിനെ നിയമനം ചെയ്യുക, നിയന്ത്രിക്കുക എന്നത് അതികഠിനമായ കാര്യമാണ്. അക്കാര്യത്തിൽ അസംശയം, സംശയമില്ല. പക്ഷേ മോനെ, അതിൽ അങ്ങനെയാണെങ്കിലും എന്തുണ്ട് എന്നറിയോ? അഭ്യാസേന വൈരാഗ്യേണ ഗൃഹ്യതേ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നടക്കും അർജുന. അവിടെ രണ്ട് കാര്യങ്ങൾ ഭഗവാൻ മുന്നിലേക്ക് വയ്ക്കുക. നമുക്കാണ് ഇത് പരിശീലിക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇതിൽ മുന്നോട്ടേക്കുള്ള ഗതിക്ക് ബുദ്ധിമുട്ടായി വരുന്നുണ്ട് എങ്കിൽ അത് ശരിയാണ്, നമ്മുടെ ആ ബുദ്ധിമുട്ട് ശരിയാണ് എന്ന് ഭഗവാനും അംഗീകരിക്കുന്നു. പക്ഷേ നടക്കും ഇത് അഭ്യാസം കൊണ്ട്, വൈരാഗ്യം കൊണ്ട്.
അത് തീർച്ചയായിട്ടും നടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അർജുനൻ മനസ്സിനെ നല്ലൊരു ദൃഷ്ടാന്തമായിട്ട് അവതരിപ്പിച്ചത് വായുവുമായിട്ടാണ്. അതെ, വായു ഇങ്ങനെ നിയന്ത്രണമില്ലാതെ നടക്കുന്ന വിദ്വാനാണ് വായു. പക്ഷെ ആ വായുവിനെ നിയന്ത്രണ വിധേയമാക്കാം. ആക്കിക്കഴിഞ്ഞാലോ അത് അപാര ശക്തിയാണ്. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരു എന്താ പറയുക, 10-25 അതിൽ കൂടുതൽ ടയറുകളുള്ള വലിയ കണ്ടെയ്നർ ലോറികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഓടുന്ന, നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്ന് കണ്ടെയ്നർ ലോറികൾക്ക് അങ്ങനെ അങ്ങോട്ട് ഓടാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും അല്ല. എന്നാലും ഏറെക്കുറെയൊക്കെ ഉണ്ട്. നമുക്ക് കണ്ടെയ്നർ റോഡ് തന്നെ കൊച്ചിയിൽ കാണാം. വിഴിഞ്ഞത്ത് നിന്ന് വരുന്നല്ല, അത് ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നർ ലോറികൾക്ക് പോവാൻ അതിന് റോഡിന് നല്ല ഇത് വേണം, സ്ട്രെങ്ത്ത് വേണം. ഇല്ലെങ്കിൽ അത് നടു ഒടിഞ്ഞു പോകും. കാരണം അത്രയും ഭാരമാണ്. ആ കണ്ടെയ്നർ അങ്ങനെ തന്നെ കയറ്റി വെക്കുന്നതാണ്. നമ്മുടെ അവിടെയൊക്കെ ഒരു കണ്ടെയ്നറേ വെക്കുന്നുള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് 5-6 കണ്ടെയ്നർ. ട്രെയിന് പോലെയാണ് പോണത്. അതിൻ്റെ നീളവും വീതിയൊക്കെ ഉണ്ടല്ലോ. അതിനടുത്ത് കൂടെ കാർ ഓടിച്ച് പോകുമ്പോൾ പേടിയാവും. അതാണെങ്കിൽ അടിച്ചു വിടുകയല്ലേ, അടിച്ചു വിടുന്നതാണ്. അതിൻ്റെ നീളം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നീളമാണ്. ഇത്രയും വലിയ ഭാരമുള്ള ഈ വാഹനത്തെ റോഡിലൂടെ ഇങ്ങനെ അനായാസേന കൊണ്ടുപോകുന്നത് ആരുടെ അനുഗ്രഹമാണ് എന്ന് ചോദിച്ചാൽ വായുവിൻ്റെ അനുഗ്രഹം. എങ്ങനെയുള്ള വായു? നിയന്ത്രണ വിധേയമാക്കിയ വായു. എവിടെയാണ് അവൻ അങ്ങനെയുള്ളത്? ടയറിനകത്ത്. ഈ ടയറിനകത്ത് ഒരു നിയന്ത്രണത്തിന് വിധേയമാക്കി വെച്ചിരിക്കുകയാണ്. അവൻ്റെ ആ നിയന്ത്രണം ടയറിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ പിന്നെ വണ്ടി മുന്നോട്ട് പോവില്ല. നമുക്കറിയാലോ, പഞ്ചറായാൽ പിന്നെ പോവില്ല. വലിയ വൻ ഹൈഡ്രോളിക് ജാക്കി, നമ്മുടെ സാധാരണ വാഹനം പൊക്കുന്ന ജാക്കി മാത്രമല്ല, ഹൈഡ്രോളിക് ലിഫ്റ്റ് ചെയ്യുന്ന ജാക്കിയുണ്ട് പൊക്കുന്നത്. എൻ്റെ അമ്മോ, സംഗതി സിമ്പിളാണത്. പക്ഷേ വായുവിലാണ്, ആ പ്രഷറിലാണ് അതിനെ ലോക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ താഴേക്ക് പോകും. അപ്പോൾ വായുവിനെ നിയന്ത്രണത്തിന് വിധേയമാക്കിയാൽ അത് വലിയ ശക്തിയാണ്. വായുവും മനസ്സും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തുലനം ചെയ്തത് വളരെ അന്വർത്ഥമായ ഒരു തുലനമാണ് അർജുനൻ നടത്തിയത്. അപ്പം ഭഗവാൻ ഇനി ഈ അലഞ്ഞു നടക്കുന്ന വായുവിനെ, അതുപോലെയുള്ള മനസ്സിനെ എങ്ങനെയാണ് നിയന്ത്രണത്തിന് വിധേയമാക്കുക? അതിന് 2 പദ്ധതികളെയാണ് പറഞ്ഞത്. അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ചുള്ള പരിശീലനം എന്നാണ്. അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള പരിശീലനം. വൈരാഗ്യം, രാഗമില്ലായ്മ എന്നതാണ് വൈരാഗ്യത്തിൻ്റെ സാമാന്യാർത്ഥം. അതിനെങ്ങനെയാണ് വിസ്തരിക്കേണ്ട? വൈരാഗ്യത്തെ വിസ്തരിച്ച് തന്നെ മനസ്സിലാക്കണം. അഭ്യാസവും വിസ്തരിച്ച് തന്നെ എങ്ങനെയാണ് ഈ അഭ്യാസം പരിശീലിക്കേണ്ടത് എന്നതും നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അർജുന, ഞാൻ നിനക്ക് നാളെ എന്തായാലും ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും. നിൻ്റെ ചോദ്യം എനിക്കിഷ്ടപ്പെട്ടു. ഉത്തരം നീ എന്നിൽ നിന്ന് കേൾക്കൂ. ഇത് സാധ്യമാണ്, അസാധ്യമല്ല. അസാധ്യമെന്ന് കരുതിയത് സുസാധ്യമാക്കുകയാണ്. അതാണ് ആധ്യാത്മികത, അതാണ് ഗീതയുടെയും വഴി. ഗീത എന്തെങ്കിലും ഒരു വൺ വേ ട്രാഫിക് അല്ല. ഇതൊക്കെ അങ്ങോട്ട് അനുസരിച്ചോളൂ എന്ന് പറയുന്നതല്ല. നമ്മളെ മുൻനിർത്തി നമ്മുടെ വിചാരങ്ങളെ നമ്മളെവിടെയൊക്കെ താഴ്ന്നു പോകാനിടയുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഇവിടെ. ആരാണത്? അർജുനൻ. എല്ലാവരുടെയും റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ നമുക്കൊക്കെ വേണ്ടി വക്കാലത്ത് എടുക്കുന്ന ആളാണ് മൂപ്പര്. അത് ഭഗവാനും ആ വക്കാലത്ത് സ്വീകരിക്കുന്നുണ്ട്, തള്ളിക്കളയുന്നില്ല. നമുക്ക് നോക്കാം.
ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.